ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് കളിക്കുന്ന ഡേ ഇൻ ലൈഫ് ഇൻ സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡ ആണ്. അപ്പം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഏഴരയായി. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകേണ്ട സമയമായി. ഞാൻ ജോലിക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 9 o'clock എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ നമുക്ക് പോകണം. ജസ്റ്റ് ബാത്റൂമിലിരിക്കുക, ഓക്കെ, ബാത്റൂം ഫ്ലഷ് അടിക്കുക, ഇനി നമുക്ക് പുറത്ത് പോവുക. നമ്മൾ ഡ്രസ്സിൽ ഇട്ടിട്ടാണ് ഞാൻ കിടക്കൽ. ഞാൻ നേരത്തെ എണീച്ചിന് ഷൂസ് ഇടുക. ഓക്കെ, നമുക്ക് ഡോർ അൺലോക്ക് ചെയ്യുക, പിന്നെ പുറത്ത് പോവുക. പക്ഷെ നല്ല വൈബാണ് രാവിലെ ഇവിടെ. അപ്പോൾ ഞാൻ എപ്പോഴും അടുക്കിടക്ക് ലേറ്റ് ആവലുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എണീക്കാൻ ഇന്ന് ലേറ്റ് ആയിപ്പോയി, എന്താണെന്നറിയില്ല. ഇന്ന് രാത്രി പാർട്ടി ഉണ്ടായിക്കൊണ്ട് ഞാൻ കുറച്ച് ഓവർ സ്ലെപ്റ്റ് ആയിപ്പോയി. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്താ വെച്ചാൽ ഞാൻ തന്നെ മാനേജർ എടുക്കാം. ഇപ്പോൾ ഞാനൊരു ലിമോ വാങ്ങിച്ചിന്, ബ്ലാക്ക് ആയിക്കൊണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡ ഇപ്പോൾ കുറച്ച് ഗോസ്റ്റ് ടൗൺ പോലെയാണ്. ഇവിടുത്തെ മേയർ ഇപ്പോഴത്തേക്ക് ഒന്നും ആക്കുന്നൊന്നുമില്ല, ഒന്നും പുതിയ കൊണ്ടുവരുന്നൊന്നുമില്ല. തെറ്റിപ്പോയി. പക്ഷെ ഞാൻ ഉറക്കത്തിലാണുള്ളത്. അപ്പോൾ നമുക്കിത് തിരിച്ച് സെറ്റാക്കാം. ഞാൻ വർക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെഗ് ബ്ലോഗ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെഗ് ബ്ലോഗ്സിലേക്ക് പോകാം. 8 വേഗം പോകണോ? പിന്നെ നമുക്ക് കുറച്ച് എംപ്ലോയീസിനെ കിട്ടുമെന്നെല്ലാം പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ശരിക്കും അറിയില്ല. വേഗം പോകണോ? അപ്പോൾ നമ്മളെ സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡ ഒരു ഗോസ്റ്റ് ടൗൺ പോലെയാണ്. ആൾക്കാരൊന്നും റൂൾസൊന്നും ഫോളോ ചെയ്യുന്നില്ല. ഞാൻ റൂൾസ് ഫോളോ ചെയ്യണം. റൂൾസ് ഫോളോ ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ഫൈനും കിട്ടും. പക്ഷേ ആൾക്കാർ ഫോളോ ചെയ്യാൻ എല്ലാവർക്കും ഉണ്ടാവും. അടുക്കിടക്കേ ഉണ്ടാവും പോലീസ് ടിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ ഒന്നും ഒറ്റ പോലീസ് ഉണ്ടാവില്ല നമ്മളെ സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡയിൽ. എല്ലാം ഉറങ്ങി ഒരു 10-12 മണിയാകുമ്പോഴത്തേക്കുണ്ടാവും എല്ലാം ഇറങ്ങും. അപ്പോൾ നമ്മൾ റെഡ് ലൈറ്റൊന്നും നോക്കാറില്ല. അതിനാ നേരത്തെ പറഞ്ഞത് കൂട്ടണ്ട. നമുക്ക് പറപ്പിച്ച് കിടന്ന് പോവുക. അപ്പോൾ ഇതന്നെയാണ് എൻ്റെ ഡെയിലി. അപ്പോൾ ഇപ്പോൾ ആൾക്കാരെല്ലാം പോകുന്നുണ്ട്, പക്ഷേ മിക്ക ആൾക്കാരും റോങ് വേ അല്ല പോക്ക്. അതുകൊണ്ട് സൂക്ഷിക്കണം. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. മിക്ക ആൾക്കാരും റോങ് വേയിലാണ് പോക്ക്. ഓക്കെ, ഇവിടെ ഗ്രീൻ ലൈറ്റാണ്, അപ്പോൾ പ്രശ്നവുമില്ല. അപ്പോൾ നമുക്ക് സ്റ്റഡ് ട്രാക്കിൽ ഫ്യൂവൽ അടിച്ചിട്ട് പോവാം. സ്റ്റഡ് ട്രാക്ക് കഴിഞ്ഞാൽ സ്റ്റഡ് ട്രാക്ക് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഫ്യൂവൽ അടിക്കാം. എൻ്റെ ഫേവറേറ്റ് ഫ്യൂവൽ സ്റ്റേഷൻ സ്റ്റഡ് ട്രാക്ക് ആയിസ്. ഞാൻ സ്റ്റഡ് ട്രാക്കിന് എപ്പോൾ ഫ്യൂവൽ അടിക്കും. 9 ഇനി സമീല വേഗമാണ്. ഇൻ്റർസെക്ഷൻ എത്തി. നമുക്ക് ഇൻഡിക്കേറ്ററില്ല. ഓക്കെ, തിരിച്ചോ. നമുക്ക് വേമുടെ കാർ ഡീലർഷിപ്പ് മെഗ് ബ്ലോക്സസിലേക്ക് കയറാം. ഗൈസ് എന്നാ റിച്ച് കാർസെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മെഗ് ബ്ലോക്സസിൽ തിരിക്കുക. ഓക്കെ, ഡൺ. ഓക്കെ, നമുക്ക് കസ്റ്റമേഴ്സ് ഒന്ന് ഇന്ന് വെയിറ്റ് ചെയ്യാം. രാവിലെ കണ്ട, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. രാവിലെ തന്നെ ബോഡി വെപ്പ്. നമുക്കപ്പോൾ നോയ്സ് കളയാനായിട്ട് നമുക്ക് സൗണ്ട് ഉറക്കാം. ഭയങ്കര ഇതാണ് ഈ ക്രിമിനൽസ്. നമുക്ക് ഇഷ്ടേ അല്ല. പിന്നെ ആ ക്രിമിനൽസൊന്നും മൈൻഡ് ചെയ്യലില്ല. Get out, please rob other stores. താങ്ക്സ്. ഓക്കെ, നമുക്കപ്പോൾ ആഡ്സ് ഇടാം. മെഗ് ബ്ലോക്സസ് ഓപ്പൺ എന്ന് പറയട്ടെ. മെഗ് ബ്ലോക്സസ് ഓപ്പൺ, ഫീൽ ഫ്രീ ടു കം. അപ്പോൾ ആൾക്കാരെല്ലാം വരുന്നുണ്ടെങ്കിൽ വരട്ടെ. ക്രിമിനൽസ് എല്ലാം ഒരു കസ്റ്റമർ കിട്ടുന്നുണ്ട്, കാണാം. മെഗ് ബ്ലോക്സ് ഓപ്പൺ. പക്ഷേ ഇതേടാ. ഓക്കെ, നമുക്ക് ഡ്രൈവ് ത്രൂവിലൊന്നും ആരും കാണുന്നില്ല. പുതിയ എംപ്ലോയി ഞാൻ പറഞ്ഞില്ല, ബോച്ചിൻ്റെ ഇവിടെ വെറുതെ നിൽക്കുന്നേ. ബോച്ചി നമുക്കൊന്ന് AFK ആണ്. സ്റ്റഡ് റാക്ക് ഓപ്പൺ ആയി. സ്റ്റഡ് റാക്ക് അല്ലെങ്കിൽ സാധാരണ 8 മണിക്കാണ് ഓപ്പൺ ആവല്. ഇന്നെന്താ അറിയില്ല, എന്തെങ്കിലും ലേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ആരും ഇല്ലല്ലോ. മെഗ് ബ്ലോക്സ് ഓപ്പൺ.
അപ്പം ഇത് നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് കസ്റ്റമേഴ്സ് ഇല്ലാത്തതല്ല, ഇത് സാധാരണയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിങ്ങനെ സാധാരണ ഇങ്ങനെ വെറുതെ നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിൽ തന്നെ ഉറങ്ങൽ. അപ്പോൾ ഞാൻ കുറച്ച് ബർഗറും നോക്കിയിട്ട് എൻ്റെ ഫേവററ്റ് ഫുഡാണ്. ബർഗർ അങ്ങനെ പേരെന്ത് ദ ഗെയിമിങ് ജോർജിന് 5 ബർഗർ. ചങ്ങായി അൾട്രാ റിച്ച് ആയിരിക്കും. നോ താങ്ക്സ്. ഓക്കെ ദ ഗെയിമിങ് ജിങ്. നമുക്ക് 4-മത്തത് ഓക്കെ 5 ഡൺ. ഓ ഈ ക്രിമിനൽസ് സാറും വരുന്നില്ല. ഇതൊക്കെ നമുക്കൊരു നല്ല ഐസ് ടീ കുടിക്കാം. നമുക്ക് ഏറ്റവും ഫേവററ്റ് ഐസ് ടീ ഡ്രിങ്ക് നമ്മളെ മെക്ബ്ലോക്സ് തന്നെയാണ്. സ്ട്രോബെറി ഫിനിഷ്. ഓ അടുത്ത പുതിയ എംപ്ലോയി വന്നിട്ടുണ്ട്. പുതിയ എംപ്ലോയിയാന്ന് തോന്നുന്നു. ഇൻ്റർവ്യൂ എടുത്തിട്ടാണ് ഇവർ വരുത്തി. ഏതാണ്ട് ഞാൻ ഇൻ്റർവ്യൂ എടുക്കില്ല, എനിക്ക് മടിയാണ്. അതുകൊണ്ട് ഞാൻ ഫ്രാഞ്ചൈസ് തന്നെ അറിയിച്ചങ്ങനെ പോയാൽ. ഇതൊരു വാർ സിറ്റിയാന്ന് തോന്നുന്നു. ഞാനിന്ന് കുറച്ച് ഉറക്കത്തിലാണ്. സാധാരണ ഇങ്ങനെ തന്നെയാണ്. നമുക്ക് കുറച്ച് ഐസ്റ്റെല്ലാം കുടിക്കുക. നമുക്കിപ്പോൾ ആരും ഇല്ല. ഓക്കെ നമ്മൾ കഫേ വർക്കറായിട്ട് 2 ആൾക്കാരുണ്ട്. ഹോൾഡ് ഓൺ. ഓക്കെ കുറേ ആളുണ്ട്. ഞാൻ അന്ന് പോയേനെ, എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ്. അപ്പോൾ 1 മണിയായി. നമുക്ക് സ്റ്റാർബക്സിൽ പോവാം. സ്റ്റാർബക്സിൽ നല്ല കോഫി കുടിക്കാം. സ്റ്റാർബക്സ് കോഫി മൈ ഫേവറേറ്റ്. ട്രാഫിക് റൂൾസിൽ പാടിക്കണ പോലീസുകാരെല്ലാം ഇറങ്ങിയിട്ടുണ്ടാവും. ഓക്കെ വഴി എത്തിയാ ഇല്ല. സ്റ്റാർബക്സ് എവിടെയാണ്? സ്റ്റാർബക്സ് ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർബക്സ് കുടിച്ചിട്ട് കുറച്ച് നേരം നമുക്ക് ബീച്ചിലേക്ക് പോവാം. ബീച്ചിന് പോകുന്ന വഴിക്ക് നമുക്ക് ഇത് അടിക്കണം, നമ്മളെ പെട്രോള്. പിന്നെ നമ്മൾ ഈ കാറിൻ്റെ പെയിൻറ്റും ഇന്ന് അടിക്കണം. എന്താ വെച്ചാൽ എനിക്ക് 2-3 പ്രാവശ്യം ഫൈൻ കിട്ടി. ഇനി മറ്റേ ബ്ലാക്ക് കളറ് പെയിൻ്റ് അടിച്ചിട്ട്, അതുകൊണ്ട് അതും മാറ്റണം. സ്റ്റാർബക്സ് തന്നെ. ഓക്കെ തിരിച്ചോ. സ്റ്റാർബക്സിലേക്ക് എൻട്രി എടുക്കുക. സ്റ്റാർബക്സ് ഓക്കെ. സ്റ്റാർബക്സിലെ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് അറിയണം. അതല്ലേ പ്രശ്നം. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. വർക്കേഴ്സ് ഉണ്ടോ, പക്ഷെ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. ഓക്കെ നമുക്ക് നല്ല പോവാം. സ്റ്റാർബക്സിലാണെങ്കിൽ ഉണ്ടാവും. ഓക്കെ ഹലോ. ഇത് ഇവർ AFK ക്യാമ്പിങ് എന്തോ ഇവർ പറയലുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫുഡ് ഇല്ലാന്ന്. ഓക്കെ ഗായ്സ്, അപ്പോൾ അതൊരു കോൾ വന്നതാണ് ഇവിടെ. അപ്പോൾ ഞാൻ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതന്നെയാണ് എൻ്റെ ഒരു ഡെയിലി ലൈഫ്. കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ ഞാൻ പോകും. 1 ബർഗർ ആൻഡ് ഡ്രിങ്ക് പ്ലസ് ഫിലറ്റ് ഓഫ് ഫിഷ്. ഹലോ ചങ്ങായിയോട് മെക്ബ്ലോക്കിൽ കസ്റ്റമേഴ്സ് വന്നാ ശരി. ഓക്കെ നമുക്കപ്പോൾ സ്റ്റഡ്രാക്കിലേക്ക് വിടാം. മെക്ബ്ലോക്സ് സ്റ്റഡ്രാക്ക് വഴിയെത്തി. ലെറ്റ്സ് ഗോ. ഞാൻ പ്രൊഫഷണൽ ഡ്രൈവിംഗ് ആണ്. എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ് താഴെ റേറ്റിംഗ് ഇട്ടുകൊടുക്കുക. ഞാൻ കുറച്ച് പ്രൊഫഷണലാണ്. റോങ് വേ എല്ലാം നമ്മൾ സ്റ്റഡ്രാക്കിൻ്റെ സ്ഥലത്ത് ആരും ഇല്ല. നമ്മൾ സേഫാണ് സ്റ്റഡ്രാക്കിൻ്റെ ഏരിയയിൽ. അത് മെക്കാനിക് ഷോപ്പ് നമുക്കിപ്പം ചെയ്യേണ്ട കുറച്ച് ഇതാണ്. 4 മണിയായി. സമയം ഇവിടെ ഭയങ്കര സ്പീഡല്ല സ്പീഡ്. ഗ്രാമർ കുറച്ച് കൊളായിരിക്കും. എന്നാൽ നമുക്ക് ഇവിടത്തേക്ക് ഒന്ന് നല്ല കയറ്റാം. ഓക്കെ 5.9 ഭയങ്കര ലോ ആണ്. കുറച്ച് ഗ്രോസറിയും വാങ്ങാണ്ട് അതും സ്റ്റഡ്രാക്ക് തന്നെ വാങ്ങാം. എൻ്റെ ഫേവറേറ്റ് ഷോപ്പാണ്. പിന്നെ നമുക്ക് ബീച്ചും ഉണ്ട്. ബീച്ചിൽ ഞാൻ സന്ധ്യ എന്ന് പറയുമ്പോൾ
ഉച്ച ടൈമിങ്ങിനാണ് ബീച്ചിപ്പോൾ മാക്സ് ബൈ ഫ്യൂവൽ ഫുൾ വാങ്ങിച്ചിട്ടുണ്ട് ഫ്യൂവല്. നമുക്ക് അപ്പോൾ ഞാൻ പൈസ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൗത്ത് വെസ്റ്റ് ഫ്ലോറിഡ മണിയിൽ ഞാൻ ശരിക്കും കുറച്ച് പുവറാണ്. വെറും 77,000 എന്ന് വെച്ചാൽ മെക്ബ്ലോക്സ് മാനേജറായിട്ട് ചെറിയ വിഷയം കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് പോവാ ബീച്ചിലേക്ക്. സന്ധ്യാവാനായി. അപ്പോൾ ഇന്ന് അടുക്കിടയ്ക്ക് സൺസെറ്റാണ്. ഇന്ന് സൺസെറ്റ് കാണുമോയെന്ന് അറിയില്ല. ബീച്ചിൽ അടുക്കിടയ്ക്ക് കുറച്ച് അങ്ങോട്ടായിരിക്കും സണ്ണ് ഉണ്ടാവല്. അത് എന്താ അറിയില്ല. അത് എൻ്റെ അടുത്ത് വെച്ചാൽ ഉത്തരം കിട്ടുന്നതല്ല. ഓക്കെ, നമുക്ക് പോവാ. ജസ്റ്റ് ഒരു നോർമൽ ഡേ ഇൻ ലൈഫ്. നമുക്ക് ഇതിലോട്ടൊക്കെ കയറ്റാം. ഇതാണ് ദ മെയിൻ ബീച്ച്. കുറച്ച് ആൾക്കാരിലുണ്ടാവും. തിരക്കൊന്നും ബീച്ചിൽ തിരക്കെന്ന് പറയാനാലേ അറിയില്ല. ഓക്കെ, നമുക്കിവിടെ പാർക്ക് ചെയ്യുക. ഈ പാർക്കെന്നല്ല, ഇത് ഒരു പോലീസുകാരനെ അയച്ചാൽ ഭയങ്കര കുറേ പോലീസുകാരനുണ്ട്. ടിക്കറ്റ് കൊടുക്കുന്നതായിരിക്കും, എന്താണെന്ന് അറിയില്ല. നമുക്ക് ഇതിലോട്ട് നടക്കാം. നല്ല രസമാണ് ഇവിടുത്തെ ബീച്ച്. നല്ല വൈബ് സ്ഥലമാണ്. 5:30 ഇപ്പോൾ നമുക്ക് കുറച്ച് നേരം ബീച്ചിൽ വൈബ് അടിക്കുക. ഓക്കെ, ഞാൻ എൻ്റെ ഒരു സ്പോട്ട് എപ്പോൾ കുത്തി വെച്ചിന്. അതിൻ്റെ അകത്ത് വേറെ ആൾക്കാരിൽ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, എൻ്റെ സ്പോട്ട് എടുത്തു. കുറച്ച് അങ്ങോട്ടാണ് എൻ്റെ പാരഡൈസിൽ നിന്ന് നിങ്ങൾക്ക് നല്ല വ്യൂ കിട്ടും. പക്ഷെ നമുക്ക് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. എന്തോ റെസ്ട്രിക്ഷനായിട്ടും വന്നിന്. ഓക്കെ, നമുക്ക് സണ്ണ് പോകുന്നതും നമുക്ക് വെള്ളത്തിൽ കുളിക്കാനും ഇറങ്ങാം. ഓക്കെ, വെള്ളത്തിൽ നല്ല തിരമാലുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇത്ര വേഗം കൊണ്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എൻ്റെ ടെസ്ല സ്പോൺ ചെയ്യാം. മൈ ടെസ്ല സെല്ലും ഉണ്ടോ? നീ ടെസ്ല ഇങ്ങനെ ഇടുന്ന വാങ്ങിച്ചു വിചാരിക്കും. ഞാനൊരു ടെസ്ല ഡീലർഷിപ്പിൽ പോയിട്ട് ടെസ്ലൊക്കെ ഉള്ള പൈസ $140,000 ഇൻ ക്യാഷ്. മൊത്തം ക്യാഷ് അവിടുത്തെ. ഭയങ്കര മുള്ളാന്ന് വെച്ചിടാം. എനിക്ക് സ്റ്റേ അല്ല. ഇത് സ്ഥലമോ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്ഥലമുണ്ട് അല്ലേ? ഞാനിവിടെ ന്യൂ ആണ്. എൻ്റെ മെയിൻ സിറ്റി എന്ന് പറയുന്നതാണ് ഞാൻ നിൽക്കുന്നത്. ബ്രൂക്ക് ഹേവനാണ്. ബ്രൂക്ക് ഹേവനിൽ ആണ് എൻ്റെ വീടും ഇതെല്ലാം. ഓക്കെ, സ്പോൺ ആവുന്നില്ല. പ്രശ്നമില്ല. ഞാൻ ഇവിടെ സ്പൂൺ ആക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. നമുക്ക് വണ്ടിയുടെ നമ്മൾ പോവാ. നമ്മൾ ഗൾഫ് പാരഡൈസിൽ പോവാം, ഉറങ്ങാം. ഓക്കെ, നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിച്ചില്ല. വീട്ടിൽ നിന്ന് നമുക്ക് സ്പെഗറ്റി ഉണ്ടാക്കാം. ഓക്കെ നൈസ് ആൻഡ് കൂസി. അടിപൊളിയായിരുന്നു. ഡ്രൈവിംഗ് സ്കിൽ ചെയ്തടാ. ജസ്റ്റ് ഓൾമോസ്റ്റ് ക്രാഷ് ആയതാണ്. ഇവിടെ ആൾക്കാരുണ്ടല്ലോ. എന്ത് ഭയങ്കര ജനങ്ങൾ ഇവിടെ. ഓയ് ഇറങ്ങാ. എന്താ പ്രശ്നം? Dude, calm down, brother. Any problems? Bro, you are okay. Yes, our friend. പോലീസ് ഓഫീസറും ജനങ്ങളും ഇത് അടുക്കളക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു. ഇങ്ങനെ പോലീസ് ഓഫീസറും ജനങ്ങളും ജാതിയും മറ്റേതും മറിച്ചും അല്ല, ഞാൻ ഒന്നും മനസ്സില്ല. പിന്നെ ഇവിടെ ഇവിടെ ഇത് പുതിയതാണ്. ഇപ്പം ആണെന്ന് ഇങ്ങനത്തെ സ്ഥലം ഉണ്ടല്ലേ. പിന്നെ ആവുന്നല്ലേ ഇവിടെയാണ് വൈബ് ചെയ്യാൻ പോകുന്നത്. അടിപൊളിയാണ്. ഒട്ടരയായി. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണ്ടെന്ന് തോന്നി. എന്നാൽ എൻ്റെ 8:30 കൂടുതൽ ടൈമിങ് നോക്കി നമുക്ക് ഡോക്ടർ പറഞ്ഞതാണ്. 8:30 കൂടുതൽ ടൈം പോകുമ്പോഴത്തേനും അമ്പേ ബെഡിലേക്ക് തന്നെ ഓർഡർ ചെരുപ്പൂരിട്ട് ചെരുപ്പൂരി എൻ്റെ ഇൻസൈഡ് ചപ്പൽസ് ഇട്ട് നമുക്ക് വേഗം ബാത്റൂമിൽ പോവാം. ഓക്കെ, ഒരു കുളിയും കുളിക്കാം. ഓക്കെ, കുളിയും കുളിച്ചിന്. ഇനി നമുക്ക് തിരിച്ച് നമ്മളെ ബെഡിലേക്ക് പോവാം. ഞങ്ങൾക്ക് മേക്കപ്പ് ഒന്നും ഇടണ്ട. ബെഡിലേക്ക് പോകാം. നല്ല വ്യൂ ആണ്.